So നമ്മുടെ first question എന്ന് പറയുന്നത് which memory is non-volatile and can be programmed and erased in circuit. Okay, അതായത് question ചോദിച്ചിരിക്കുന്നത് മെമ്മറി എന്നുള്ള ഒരു ഏരിയയിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, മെമ്മറി ഏത് മെമ്മറിയാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് മെമ്മറിയാണ് നോൺ വോളറ്റൈൽ. ഓക്കെ, നോൺ വോളറ്റൈൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് നോൺ വോളറ്റൈൽ അല്ലെ. വോളറ്റൈലും ഉണ്ട്, നമുക്ക് നോൺ വോളറ്റൈൽ മെമ്മറി ഉണ്ട് അല്ലെ. മെമ്മറി തന്നെ വോളറ്റൈലും നോൺ വോളറ്റൈൽ മെമ്മറി ഉണ്ട്. വോളറ്റൈൽ മെമ്മറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പവർ ഓഫ് ആയി കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഡേറ്റ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ആകും അല്ലെ. നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത ഡേറ്റ അതേപോലെ ഉണ്ടാവും. പവർ ഓഫ് ആയാലും എന്തായാലും പെർമനന്റ് ആയിട്ട് അത് അവിടെ ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വോളറ്റൈലും നോൺ വോളറ്റൈലിനെ കുറിച്ചിട്ട് അറിയാം. ഓക്കെ, അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോൺ വോളറ്റൈൽ മെമ്മറി ഏതാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, that can be programmed and erased in circuit അല്ലെ. അതായത് പ്രോഗ്രാം ചെയ്യാനും പറ്റും. പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇറേസ് ചെയ്യാനും പറ്റും. മനസ്സിലായോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പെർമനന്റ് ആയിട്ടാണ് നമ്മൾ നോൺ വോളറ്റൈൽ മെമ്മറി സ്റ്റോറേജ് ഉണ്ടാവുക. സോ അങ്ങനത്തെ പെർമനന്റ് ആയിട്ടുള്ള സാധനത്തിനെ നമുക്ക് പ്രോഗ്രാം ചെയ്ത് ഇറേസ് ചെയ്യാൻ പറ്റുന്ന തരം മെമ്മറി ഏതാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോൺ വോളറ്റൈൽ ആണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഈ റാമിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം അല്ലെ. അതേപോലെ നമുക്ക് ക്യാഷ് ഡിലീറ്റ് ചെയ്യാം. ക്യാഷ് ഒക്കെ ടെമ്പററി ഇതാണ് അല്ലെ. അതേപോലെ DRAM-ഉം നമുക്ക് ഡിലീറ്റ് ചെയ്യാം അല്ലെ. ബാക്കി ഏത് ഓപ്ഷൻ ആണുള്ളത്? EEPROM അല്ലെ. EEPROM. ഓക്കെ, EEPROM-ന്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി അല്ലേ. സോ നമുക്കറിയാം EEPROM എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, സോ അത് നമുക്ക് ഇറേസ് ചെയ്യാനും പറ്റുന്നുള്ളത് അറിയാം. സോ ഓപ്ഷൻ C is the correct answer. ഓക്കെ, കണ്ടോ, C is the correct answer. Next question, what is the principle of cache memory? ഓക്കെ, പ്രിൻസിപ്പിൾ അതായത് ക്യാഷ് മെമ്മറിയുടെ പ്രിൻസിപ്പിൾ എന്താണ്, എന്തിന്റെ ബേസിസിലാണ് ക്യാഷ് മെമ്മറി വർക്ക് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് അതിന് മുന്നേ ക്യാഷ് മെമ്മറി എന്താന്നുള്ളത് ഒന്ന് റിഫ്രഷ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്കറിയാം ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് ഒരു ടെമ്പററി മെമ്മറി ആണ് അല്ലെ. നമുക്ക് നമ്മളുടെ സ്റ്റോറേജ് ഏരിയ, അതായത് മെയിൻ മെമ്മറി എന്ന് പറയുന്നത് വലിയൊരു ഏരിയ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡേറ്റ വേണമെന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് ഫെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ടൈം പോകുന്നുണ്ട് അല്ലെ. നമുക്ക് മെയിൻ മെമ്മറിയിൽ ഒരു സാധനം സെർച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ടൈം കൺസ്യൂമിങ് ആണ്. സോ നമ്മൾ അങ്ങനത്തെ ഒരു ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ സ്ലോ ആണ്. മെയിൻ മെമ്മറിയിൽ നിന്ന് ഒരു സാധനം കണ്ടുപിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആണ്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് ഈ ഫാക്ടേഴ്സ് എല്ലാം ഒന്ന് നമ്മൾ ഇംപ്രൂവ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഡേറ്റ വേണമെന്നുണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്മോൾ ആൻഡ് സ്പീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ടെമ്പററി മെമ്മറി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ക്യാഷ് മെമ്മറിയിൽ സ്പീഡ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ എന്താണ്, നമുക്ക് ടൈം കൺസ്യൂമിങ് ആയിരിക്കില്ല, അതായത് സമയം കുറച്ച് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ. അതേപോലെ സ്മോൾ മെമ്മറിയാണ്. ഓക്കെ, സ്മോൾ മെമ്മറി ആണ്. വലിയ സ്പേസ് ആണെങ്കിൽ വീണ്ടും നമുക്ക് സമയം പിടിക്കും അല്ലെ സെർച്ച് ചെയ്യാൻ. നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ ഒരു വലിയൊരു റൂമിൽ നിന്ന് ഒരു സാധനം എടുക്കുന്നതും ഒരു ചെറിയ സ്പേസിൽ നിന്ന് ഒരു സാധനം എടുക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് അറിയില്ലേ, ടൈം. സോ അതന്നെയാണ് ഇവിടെ. ഓക്കെ, സോ ക്യാഷ് മെമ്മറി ടെമ്പററി ആണെന്നറിയാം, സ്പീഡ് ഉണ്ട് എന്നറിയാം, സ്മോൾ ആണെന്നും അറിയാം. ഓക്കെ, ഇനി ഇത് എന്തിന്റെ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ആക്ച്വലി ക്യാഷ് മെമ്മറിയിൽ സേവ് ചെയ്യുന്ന, ഇപ്പൊ ക്യാഷ് മെമ്മറി മെയിൻ മെമ്മറി ഉണ്ട്. ഓക്കെ, നമ്മുടെ മെയിൻ മെമ്മറി ഉണ്ട്. അതേപോലെ ഇവിടെ നമ്മുടെ CPU ഉണ്ട്, നടുവിലൊരു ക്യാഷ് മെമ്മറി ഉണ്ട്. ഓക്കെ, ക്യാഷ് മെമ്മറി ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെയിൻ മെമ്മറിന്ന് ഫ്രീക്വന്റ് ആയിട്ട്
ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന ഡേറ്റ ഉണ്ടാവില്ലേ? ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ സിസ്റ്റം തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെ ആപ്സ് ആയിരിക്കില്ല? അത് നമ്മൾ എല്ലാ ആപ്പും എല്ലാ ദിവസവും ഉപയോഗിക്കില്ലല്ലോ. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചില ഡോക്യുമെന്റ്സ് ആയിരിക്കും നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന സമയത്ത് ആ ദിവസം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന പർട്ടിക്കുലർ ആയിട്ട് ഡേറ്റ ഉണ്ടാവും അല്ലെ? അപ്പൊ ഇവര് കാഷ് മെമ്മറിയിൽ എന്താ സേവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന ഡേറ്റയും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ ലൊക്കാലിറ്റിയിൽ വരുന്ന അല്ലെങ്കിൽ ആ റെഫറൻസിനെ ബേസ് ചെയ്തിട്ട് ഇനി ആവശ്യം വരാൻ ചാൻസ് ഉണ്ട് അങ്ങനത്തെ ഡേറ്റ എല്ലാമാണ് നമ്മൾ കാഷ് മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കുക. മനസ്സിലായോ? ഫ്രീക്വന്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്നത്. സോ നമ്മൾ അതിനെ പറയുന്ന പേര് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്നാണ്. ഓക്കെ, സോ നമ്മൾ കാഷ് മെമ്മറിയുടെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് ആണ്. ഓക്കെ ഓക്കെ, സോ ഇത് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണേ. Okay, next question. What is the most common speed in RPM at which hard disk usually rotate? Okay, അത് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. 3600 RPM ആണ്. Okay, rotation per minute ആണ് RPM ന്റെ ഫുൾ ഫോം. മോസ്റ്റ് കോമൺ സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാ വരുന്നത്? 3600 RPM ആണ് വരുന്നത്. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many tracks are there on a typical 5.5 inch floppy disk? ഇത് അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമാണ്. 77 tracks ആണ് ഉള്ളത്. ഓക്കെ, how many tracks are there on a typical 5.5 inch floppy disk? Answer is 77. ഓക്കെ, നമുക്ക് ഇതെല്ലാം മെമ്മറിയുടെ ഭാഗത്തിൽ നിന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഫ്ലോപ്പി ഡിസ്ക് ഒന്നും പഠിക്കാനില്ലല്ലോ എന്ന് വിചാരിക്കരുത്. മേ ബി നമുക്ക് മെമ്മറി എടുക്കുന്ന സമയത്ത് ചിലപ്പോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഇതും ഇൻക്ലൂഡ് ആവാം, പറയാൻ പറ്റില്ല. PSCക്ക് എന്താ തോന്നുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ നമുക്ക് ഓവറോൾ ആയിട്ട് എന്താ പറയാ, നമ്മൾക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് എങ്കിലും അറ്റ്ലീസ്റ്റ് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവര് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. സോ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ, അങ്ങനത്തെ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ അറിയുന്ന രീതിക്ക് വേണം നമ്മൾ MCQs പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. അപ്പൊ ഹൗ മെനി ട്രാക്സ് ആർ ദർ ഓൺ ടിപ്പിക്കൽ 5.5 inch ഫ്ലോപ്പി ഡിസ്ക്? 77. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following addressing mode is best suited to access elements of an array of contiguous memory locations? നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി ഒരു UGC നെറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ചോദിച്ചിരിക്കുന്നത് എന്താണ്? അഡ്രസ്സിംഗ് മോഡ് അല്ലെ? അപ്പൊ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഇന്ന് വരാതിരിക്കില്ല അല്ലെ? അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? അറേ അല്ലെ? ഒരു അറേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എലമെന്റ്സ്, ഓക്കെ, എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു അഡ്രസ്സിംഗ് മോഡ് ഏതാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം അറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസ് ആണ് അല്ലെ? അതും നമുക്കറിയാം എങ്ങനെയാണ് എഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുക ഓരോന്നിലും. അപ്പൊ നോക്കൂ, നമുക്ക് ഇവിടെ അറേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മൈൻഡിൽ വരേണ്ടത് ഒരു ഇൻഡെക്സ് വാല്യൂ ഉണ്ടാവും അല്ലെ? A0, A1 ആ രീതിക്ക്. അപ്പൊ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡാണ്. ഓക്കെ, നമ്മൾ പറയാറില്ലേ A0, A1, A2 അങ്ങനെയാണ് നമ്മൾ അറേനെ റെപ്രസെന്റ് ചെയ്യുക അല്ലെ? സോ നമ്മൾ ഈ ഓരോ ഇതിനെയാണ് പറയുക ഇൻഡെക്സ് എന്ന്. അതിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അറേ എലമെന്റ്സ് ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അഡ്രസ്സിംഗ് മോഡ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡാണ്. ഓക്കെ, ഇനി ഇവിടെ ഇഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻഡെക്സ് രജിസ്റ്റർ അല്ലെ? സം ഓഫ് ദ കണ്ടന്റ്സ് ഓഫ് ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ? അതായത് ഇൻഡെക്സ് രജിസ്റ്ററിൽ അതായത് SI അല്ലെങ്കിൽ DI രണ്ട് ഇതിലത്തെ ഏതെങ്കിലും കണ്ടന്റ് ആൻഡ്
ഡിസ്പ്ലേസ്മെന്റ്. ഈ രണ്ട് വാല്യൂയും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, നമ്മളുടെ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ ഇഫക്റ്റീവ് അഡ്രസ്സിംഗ്, അതായത് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡിൽ ഇഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയായിരുന്നു, സം ഓഫ് ദ കണ്ടന്റ്സ് ഓഫ് ഇൻഡെക്സ് രജിസ്റ്റർ SI or DI ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അത് നമുക്ക് മച്ച് ഫാസ്റ്റർ ആയിട്ട് തന്നെ നമുക്ക് അറേസിനെ ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്കറിയാം അറേനെ ആക്സസ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബേസ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് മോഡ് അല്ലെ? ബേസ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ ഇതിൽ ഇഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേഷൻ എങ്ങനെയായിരിക്കും? ബേസ് രജിസ്റ്ററും അഡ്രസ് ഫീൽഡ് വാല്യൂ അല്ലെ? ബേസ് രജിസ്റ്ററും അഡ്രസ് ഫീൽഡ് വാല്യൂവും കൂടെ ചേർത്തുമ്പോഴാണ് നമുക്ക് ബേസ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിൽ എഫക്റ്റീവ് അഡ്രസ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്. ഇതെവിടെ യൂസ് ചെയ്യുന്നത്? അല്ല, ഇതിൽ എഫക്റ്റീവ് അഡ്രസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അക്യൂമുലേറ്ററിലുള്ള വാല്യൂവും അഡ്രസ് പാർട്ട് ഓഫ് ദി ഇൻസ്ട്രക്ഷനിലുള്ള വാല്യൂവും കൂടെ ആഡ് ചെയ്തിട്ടാണ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഡിസ്പ്ലേസ്മെന്റ് മോഡ് എങ്ങനെയാണ്? അഡ്രസ് ഓഫ് ദ ഓപ്പറൻഡ് ഈസ് ഫോംഡ് ബൈ ആഡിങ് ഡിസ്പ്ലേസ്മെന്റ് ടു ദ കണ്ടന്റ്സ് ഓഫ് ദ സ്പെസിഫൈഡ് രജിസ്റ്റർ ഇൻ ദ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, സോ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കാണിച്ചിട്ടാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് മോഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ 4 മോഡ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. അറേയിൽ യൂസ് ചെയ്യുന്നത് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡാണ്. നമുക്കത് മറക്കാതിരിക്കാൻ ഇങ്ങനെ ഓർത്താൽ മതി. അറേയിൽ ഇൻഡെക്സ് വെച്ചിട്ടല്ലേ കാണിക്കുക, സോ അത് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡാണ് അറേ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ള രീതിക്ക് ആലോചിച്ച് വയ്ക്കും. ഓക്കെ, next question. The processing speed of pipeline segments are. Processing speed of pipeline segments are dash. നമുക്കറിയാം പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ നമുക്ക് ഓരോ ഡിഫറെന്റ് ഇൻപുട്സ് ഡിഫറെന്റ് സെഗ്മെന്റ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സിലൂടെ കടന്നുപോയി നമുക്ക് എക്സിക്യൂഷൻ ഫാസ്റ്റർ ആക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ പൈപ്പ് ലൈനിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലെ? പൈപ്പ് ലൈനിങ്ങിൽ നമ്മളിപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കുകയാണ്, നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒരാളാണ് കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം കേക്കിന് വേണ്ട ഇതെടുക്കും, ഇൻഗ്രീഡിയൻസ് എടുക്കും, മിക്സ് ചെയ്യും അല്ലെ? അത് കഴിഞ്ഞ് ബേക്ക് ചെയ്യും, അത് കഴിഞ്ഞ് തണുപ്പിക്കും, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുക അല്ലെ? ആൻഡ് ഫൈനലി ഡെലിവർ ചെയ്യുന്നു. അപ്പോ ഈ പറയുന്ന എല്ലാ സ്റ്റേജസും ഒരുമിച്ച് കുറേ കേക്ക്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന് പകരം കുറേ ആൾക്കാരെ വെക്കുക. എന്നിട്ട് എന്താണ് ഡെക്കറേഷൻ ചെയ്യുന്നത് ഒരു ആളായിരിക്കണം, അതേ ആള് വേറെ ഒരു പണിയും ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അങ്ങനെ ആ ഒരു രീതിക്ക് ഓരോന്നിനും ആൾക്കാരെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താ ബെനിഫിറ്റാ കിട്ടുക? നമുക്ക് പൈപ്പ് ലൈനിങ് ഇഫക്റ്റ് കിട്ടും. മനസ്സിലായോ? അതായത് അപ്പോൾ ഒരേ സൈക്കിളിൽ തന്നെ മോർ ദാൻ 1 സ്റ്റേജസിലൂടെ ഓരോ ഡിഫറെന്റ് ഇൻപുട്സ് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ടും എഫിഷ്യൻസി എല്ലാം കൂടും. ഓക്കെ അല്ലേ? സോ ആ ഒരു പൈപ്പ് ലൈൻ സെഗ്മെന്റ്സിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം അത് അൺഈക്വൽ ആയിരിക്കും അല്ലെ? ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഓരോ സമയമാണ്. ഡെക്കറേഷൻ ചെയ്യാനുള്ള സമയം നമുക്ക് ബോക്സിൽ ഇട്ട് വെക്കാൻ ആവശ്യം വരുമോ? പക്ഷെ മിക്സ് ചെയ്ത് അത് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ, ഡെക്കറേഷൻ ചെയ്യുന്ന ടൈമും ഈക്വൽ ആണോ? അല്ല. സോ ഇറ്റ് ഡിപ്പെൻസ് ആണ്. ഓക്കെ അല്ലേ? സോ നമ്മുടെ പ്രോസസ്സിംഗ് സ്പീഡ് ഓഫ് പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? അൺഈക്വൽ ആണ്. ഓക്കെ, ഈക്വൽ അല്ല എന്ന് നമുക്കറിയാം, കോൺസ്റ്റന്റും അല്ല. സോ നമുക്കറിയാം അൺഈക്വൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Performance of the pipeline processes suffers if first one, pipeline stages have different delays, instructions depends on each other, stages share hardware resource. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയിട്ട്
പൈപ്പ് ലൈനിങ്ങിൽ സഫർ ചെയ്യിപ്പിക്കുന്ന ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് പൈപ്പ് ലൈനിന്റെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഈ 1, 2, 3 ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. Pipeline stages has different delays. Okay, pipeline stages have different delays. Stages എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഓരോ എന്താ പറയാ, ഓരോ ഇപ്പൊ ഒരു പ്രൊസീജിയർ എടുക്കുകയാണ്, അല്ലെങ്കിൽ കുറച്ച് ഒരു കേക്ക് മേക്കിംഗ് എടുക്കായിരുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ ഏതൊക്കെയായിരുന്നു സ്റ്റേജസ് വന്നിട്ടുണ്ടായിരുന്നത്? കേക്ക് മിക്സിംഗ് ഒരു സ്റ്റേജ് ആയിരുന്നു അല്ലെ, അതേപോലെ കേക്ക് ഡെക്കറേഷൻ ഒരു സ്റ്റേജ് ആയിരുന്നു, അങ്ങനെ ആയിരുന്നു. അതേപോലെ നമ്മുടെ ഇൻസ്ട്രക്ഷൻ സൈക്കിളിൽ നമ്മൾ സ്റ്റേജസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയായിരുന്നു? നമുക്ക് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ഒരു സ്റ്റേജ്, ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ഒരു സ്റ്റേജ് അല്ലെ, അങ്ങനെ അങ്ങനെ ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. സോ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ പൈപ്പ് ലൈൻ സ്റ്റേജസ് ഹാസ് ഡിഫറെന്റ് ഡിലേസ്, അതായത് സ്റ്റേജസിന്റെ സമയം, ഓരോ സ്റ്റേജിന് എടുക്കുന്ന ടൈം ഡിഫറെന്റ് ആണെങ്കിൽ എന്തായിരിക്കും സംഭവം? പെർഫോമൻസ് ഓഫ് ദ പൈപ്പ് ലൈൻ പ്രോസസ്സർ സഫർ ചെയ്യുമോ? അതായത് സഫർ എന്ന് ഉദ്ദേശിക്കുന്ന നെഗറ്റീവ് ഇഫക്റ്റ് വരുമോ എന്നാണ്. ഓക്കെ, അപ്പൊ അത് നെഗറ്റീവ് ഇഫക്റ്റ് വരുമോ? അപ്പൊ നമുക്ക് ആലോചിക്കാം, പൈപ്പ് ലൈന് ഡിഫറെന്റ് ഡിലേസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പ്രോസസ്സർ ആക്ച്വലി സ്ലോ ഡൗൺ ചെയ്യല്ലേ ചെയ്യുന്നത്. കാരണം എന്താണ്? നമുക്ക് നെക്സ്റ്റ് ഓരോ സ്റ്റേജിലോട്ട് നെക്സ്റ്റ് സ്റ്റേജിലോട്ടാണ് നമ്മൾ പോവുക അല്ലെ. അപ്പൊ സ്ലോ സ്റ്റേജ് ഉണ്ട്, ഭയങ്കര കുറേ സമയം പിടിച്ച് സ്ലോ ആയിട്ട് ചെയ്യുന്ന സ്റ്റേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഡിലേ ഭയങ്കര കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊസസ്സറിന് അത്രയും സമയം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ? ഓക്കെ, അങ്ങനെ നമുക്ക് പൈപ്പ് ലൈൻ സ്റ്റോൾസ് സംഭവിക്കും അല്ലെ. നെക്സ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ നെക്സ്റ്റ് സ്റ്റേജ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അവിടെ സ്റ്റോള് വേണ്ടി വരും അല്ലെ. സോ നമുക്ക് അറിഞ്ഞു, പൈപ്പ് ലൈൻ സ്റ്റേജ് ഡിഫറെന്റ് ഡിലേസ് ഉള്ള പൈപ്പ് ലൈൻ സ്റ്റേജസ് ഉണ്ടെങ്കിൽ ഒബ്വിയസ് ആയിട്ടും അത് എന്ത് സംഭവിക്കും? അത് നമ്മളുടെ ഈ പറയുന്ന എന്താണ് പെർഫോമൻസ് ഓഫ് ദ പൈപ്പ് ലൈനിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എ എന്ന് പറയുന്നത് സഫർ ചെയ്യുന്നുണ്ട്. സോ നമുക്കത് കൺസിഡർ ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ. ഇൻസ്ട്രക്ഷൻസ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ അല്ലെ, ഇൻസ്ട്രക്ഷൻസ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. ഇനി അതിനു മുന്നേ നമ്മൾ എക്സാം ഹാളിലാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് മനസ്സിലായി പൈപ്പ് ലൈൻ സ്റ്റേജസ് ഹാസ് ഡിഫറെന്റ് ഡിലേസ് എന്നുള്ളത് സഫർ ചെയ്യുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും 1 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, അതായത് കറക്റ്റ് ആണ് ഇൻ ദ സെൻസ് നമ്മുടെ ഈ ഓപ്ഷൻസിൽ വരണം. അപ്പൊ നമുക്ക് അപ്പൊ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? 1 എന്നുള്ള ഓപ്ഷൻ ഇല്ലാത്ത കൊണ്ട് ഓപ്ഷൻ സി തെറ്റാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വേണം നമ്മൾ ആക്ച്വലി എക്സാം ഹാളിൽ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷനും നോക്കണം, സോറി ഓരോ സ്റ്റേറ്റ്മെന്റ്സും നമ്മൾ വായിച്ചു നോക്കി മനസ്സിലാക്കുക. പക്ഷെ എക്സാം ഹാളിലായിരുന്നെങ്കിൽ നമ്മൾ എലിമിനേഷൻ എങ്ങനെയെങ്കിലും ചടപടയിൽ ചെയ്തിട്ട് ഓപ്ഷൻസ് റിമൈനിങ് ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഇൻസ്ട്രക്ഷൻസ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. ഓക്കെ, നമുക്കറിയാം ഇൻസ്ട്രക്ഷൻസ് ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അല്ലെ. നമ്മുടെ ഡേറ്റ ഹസാർഡിലടക്കം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഇൻസ്ട്രക്ഷൻസ്, ഒരു ഇൻസ്ട്രക്ഷനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് എപ്പോഴാണ് സംഭവിക്കുക? ആ ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന ഡേറ്റ. ഇപ്പൊ ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു പക്ഷേ നമുക്ക് 2 ഇൻസ്ട്രക്ഷൻ ഉണ്ട് വിചാരിക്കുക, I1ഉം I2 ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ I1 ചിലപ്പോ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഔട്ട്പുട്ടിനെ ആയിരിക്കും ഇൻപുട്ട് ആയിട്ട് I2 എടുക്കുക. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക? അവിടെ ഒരു ഡിപ്പെൻഡൻസി വന്നു. അങ്ങനെ ഡിപ്പെൻഡൻസി വരുമ്പോ എന്താ സംഭവിക്കുന്നത്? I2 ചെയ്യണമെന്നുണ്ടെങ്കിൽ I1 തീരണം അല്ലേ. അങ്ങനെ ഒരു വെയിറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഈ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് വേണം സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ. ഇങ്ങനത്തെ ഒരു ഡിലേ വരും അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ പൈപ്പ് ലൈനിന്റെ പ്രോസസ്സറിന്റെ പെർഫോമൻസിന് ഇഫക്റ്റ് ചെയ്യും അല്ലെ ഡിപ്പെൻഡൻസി. സോ നമുക്ക് രണ്ടാമത്തെ ഇൻസ്ട്രക്ഷനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാവും. വണ്ണും സഫർ ചെയ്യിപ്പിക്കും രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ.
സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷനും എലിമിനേറ്റ് അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കൂ, സ്റ്റേജസ് ഷെയർ ഹാർഡ്വെയർ റിസോഴ്സസ്. സ്റ്റേജസ് ഷെയർ ഹാർഡ്വെയർ റിസോഴ്സ്. ഹാർഡ്വെയർ റിസോഴ്സസ് ഇവര് സ്റ്റേജസ് എല്ലാവരും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ എന്താ സംഭവിക്കുക, ഇതേപോലെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ ആൾക്കാർ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ പിടിച്ചു വെച്ചിരിക്കുന്ന ഹാർഡ്വെയർ നമുക്ക് ആവശ്യം വരും. സോ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അവിടെ സ്റ്റോൾസ് വരും, പെർഫോമൻസ് കുറയും. മനസ്സിലായോ? സോ നമുക്ക് മനസ്സിലായി തേർഡ് സ്റ്റേറ്റ്മെന്റും സഫർ ചെയ്യിപ്പിക്കും. സോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് 1, 2 and 3 കറക്റ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്ത് പറയാം, പെർഫോമൻസ് ഓഫ് ദ പൈപ്പ്ലൈൻ സഫേഴ്സ് if pipeline stages have different delays, instructions depend on each other, stages share hardware resource. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ 3 കറക്റ്റ് ആണ്. ഓക്കെ.